അള്ളാഹുവിന്റെ ഹബീബായ നബിതങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് ഈ സമുദായത്തിൽ നടന്നു വരുന്ന നല്ല ആചാരങ്ങളുടെയും ഈ സമുദായത്തെ നബിതങ്ങൾ അവസാനം വരെ പഠിപ്പിച്ച ദീനിന്റെ ശരീഅത്തിൽ നിന്ന് റിസാലത്തിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമായി നാം വിശ്വസിക്കേണ്ട പാഠമനുസരിച്ചുകൊണ്ട് ഈ സമുദായത്തിൽ വന്ന ആചാരത്തിന്റെയും പേരിലാണ് ഈ സമുദായത്തിന്റെ മേൽ ശിർക്ക് ആരോപിക്കുന്നത്. തൗഹീദ് മാത്രമല്ല ഈ സമുദായത്തെ നബി പഠിപ്പിച്ചത്. തൗഹീദ് കൊണ്ട് മാത്രം ഒരാൾ മുസ്ലിമാവുകയും ഇല്ല. റിസാലത്ത് അംഗീകരിക്കാതെ ഒരാൾ മുസ്ലിമാകുമോ? ആഖിറത്തിനെ കുറിച്ചുള്ള പാഠങ്ങൾ അംഗീകരിക്കാതെ ഒരാൾ മുസ്ലിമാകുമോ? തൗഹീദ് അംഗീകരിക്കുന്ന ആൾ തന്നെ റിസാലത്തും അംഗീകരിക്കേണ്ടേ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ ഒരു ഭാഗം വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആൾ തന്നെ വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന റിസാലത്തിന്റെ വാക്യം കൂടി പറയണ്ടേ? ഇത് രണ്ടും ചേരുമ്പോൾ അല്ലേ അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം സമ്പൂർണ്ണമാവുക? നബി തങ്ങൾ റസൂലാണെന്ന പാഠത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരാൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അള്ളാഹുവിന്റെ വേദപ്രകാരം തൗഹീദിൽ തന്നെ അടിയുറച്ച് ശിർക്ക് ലവലേശവുമില്ലാതെ ജീവിച്ചിരുന്ന ജൂതന്മാർ റസൂലുള്ളാഹിന്റെ കാലത്ത് മദീനയിലുണ്ടായിരുന്നു. ആ മദീനയിലുള്ള ജൂതന്മാരും നബിയെക്കൊണ്ട് വിശ്വസിക്കാത്ത പോയിന്റിൽ നിന്നുകൊണ്ട് മാത്രം നരകക്കാരും അവിശ്വാസികളും കാഫിറുകളുമാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ റിസാലത്ത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. ആ റിസാലത്തിന്റെ ഭാഗമായാണ് അള്ളാഹുവിന്റെ മുർസലായ നബിതങ്ങൾ. അള്ളാഹുവിന്റെ മധ്യസ്ഥനാണ്. നമ്മിലേക്ക് ശരീഅത്ത് പഠിപ്പിക്കാൻ അള്ളാഹു നിയോഗിച്ച ഇടയാളനാണ്. അള്ളാഹുവിലേക്ക് അർപ്പിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ചെന്നു പറയാനും ആവലാതിപ്പെടാനും പറ്റുന്ന മധ്യസ്ഥനാണ്. ആ റസൂല് മുശാഫിയാണ്. ആ റസൂലിന് ദുന്യാവിൽ ശഫാഅത്തുണ്ട്. ഈ നബിക്ക് പരലോകത്ത് ശഫാഅത്തുണ്ട്. ഈ ശഫാഅത്ത് നബിയെ പിൻപറ്റി ജീവിക്കുന്ന മുഖറബുകളായ ആളുകൾക്കൊക്കെയുമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഭാഗമാണ് ഈ സമുദായത്തിൽ നിലനിന്ന ചില സദാചാരങ്ങൾക്ക് അടിസ്ഥാനം. ഉദാഹരണം, മമ്പുറത്ത് സിയാറത്തിന് പോകുന്നവരാൾ മമ്പുറത്ത് സിയാറത്ത് ചെയ്ത് ദുആയിരക്കുന്ന കൂട്ടത്തിൽ മമ്പുറത്തെ തങ്ങളുടെ ഹളറത്തിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് തവസ്സുൽ ചെയ്യും. തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് പടച്ചോനെ നീ എന്നെ അതാക്കണേ ഇതാക്കണേ എന്ന് ദുആ ചെയ്യും. ഇതേ തവസ്സുൽ സാധുക്കളായിട്ടുള്ള പല വിശ്വാസികളും ഇഷ്കും മഹാന്മാരുമായിട്ടുള്ള ഭക്തിയും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പല വിശ്വാസികളും അവരുടെ ജീവിതകാലത്ത് ചെയ്യുന്ന ഭാഷയിൽ മമ്പുറത്തെ തങ്ങളെ രക്ഷിക്കണേ, കാക്കണേ, എൻ്റെ പ്രശ്നങ്ങൾ ഇവിടെ നിന്ന് പരിഹരിക്കണേ, ഞാൻ പാപിയാണ്, ദോഷിയാണ്, എന്നെ രക്ഷിക്കണേ, എനിക്ക് പരലോകത്ത് രക്ഷ വേണമേ, എനിക്കത് വേണമേ, ഇത് വേണമേ എന്ന് മമ്പുറത്ത് വെച്ച് പറയും. ഇത് തങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് വിശ്വാസികൾ നടത്തി വന്നിരുന്ന തവസ്സുലാണ്. തങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് വിശ്വാസികൾ നടത്തിയിരുന്ന ഇസ്തിശ്വാ ആണ്. ഈ ഇസ്തിശ്വാ തങ്ങൾ വഫാത്തായ ശേഷവും മമ്പുറത്ത് സിയാറത്തിന് പോകുന്നവർ നടത്തും. ഇത് റസൂലുള്ളാഹിന്റെ തിരുഹളറത്തിൽ നടത്താത്ത വിശ്വാസികളില്ല. ഹജ്ജിന് ചെയ്യുന്ന ലക്ഷക്കണക്കിന് ഹാജിമാർ മക്കയിൽ നിന്നും അവരുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അല്ലെങ്കിൽ മുൻപ് മദീനത്തേക്ക് ഒഴുകിച്ചെല്ലുന്നത് എന്തിനാണ്? തങ്ങളെ കാണാൻ, തങ്ങളെ സിയാറത്ത് ചെയ്യാൻ. നബി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ പോയി നിൽക്കുന്ന ഒരാൾ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ നബിയല്ലാഹ് എന്ന് നബി തങ്ങൾക്ക് സലാം പറഞ്ഞ് ആവോളം സലാം പറഞ്ഞ ശേഷം നബിയെ ഞങ്ങളെ കാക്കണേ, രക്ഷിക്കണേ, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്, അതുകൊണ്ട് ഞങ്ങളെ സംരക്ഷിക്കണേ, ഇവരുടെ പാപം പുറത്തു കിട്ടാൻ വേണ്ടത് ചെയ്യണേ, തങ്ങനെ രക്ഷപ്പെടുത്തണേ എന്ന് തങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് വിശ്വാസികൾ പറഞ്ഞിരുന്ന ഭാഷയിൽ, ഭൂമുഖത്ത് ജീവിച്ചിരുന്ന കാലത്ത് പറഞ്ഞിരുന്ന ഭാഷയിൽ ഭൂമിക്കടിയിൽ അവിടുത്തെ ഖബറിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴും നബി തങ്ങളോട് അന്യായപ്പെടും, ആവലാതി പറയും. ഇത് നടക്കാത്ത സമയമില്ല. തങ്ങൾ വഫാത്തായ 3-ാം നാൾ നബി തങ്ങളുടെ തിരുഖബറിങ്കിൽ വന്നു നിന്നുകൊണ്ട് ഗ്രാമീണനായ ഒരു സ്വഹാബി വര്യൻ അവിടുത്തെ ഖബറിന്റെ മേൽ തന്റെ ശരീരത്തെ എറിഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞ പ്രാർത്ഥന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. നബി തങ്ങൾ വഫാത്തായി ഞങ്ങൾ മറമാടിക്കഴിഞ്ഞ 3-ാം നാളിൽ ആ രാത്രിയിൽ നടന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ അദ്ദേഹം ഖബറിന്റെ പുറത്ത് വീണ് കിടന്നുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചത്, അല്ലാഹുവിന്റെ റസൂലേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, സമയത്തുല്ലാഹ യഖൂൽ, അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വലൗ അന്നഹും യളമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. ഈ വിശുദ്ധ ഖുർആനിലെ വചനം പാപികളായിട്ടുള്ള ആളുകൾ, ദോഷികളായിട്ടുള്ള ആളുകൾ തങ്ങളെ സമീപിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന വചനമാണ്.
തങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം, തങ്ങളോട് അവർ വന്ന് അന്യായപ്പെടണം, അവർ തങ്ങളുടെ ഹദറത്തിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് മാപ്പിരക്കണം, തങ്ങൾ അവർക്ക് വേണ്ടി മാപ്പിരക്കണം. ഇതൊക്കെ ഒത്തിണങ്ങിയാൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ, പടച്ചവൻ അവരുടെ തൗബ സ്വീകരിക്കുക തന്നെ ചെയ്യും. ഇത് ഖുർആനിൽ കേട്ടിട്ടാണ് അങ്ങയുടെ തിരുഹദറത്തിൽ ഞാൻ വന്നിരിക്കുന്നത്. ഞാനിതാ അസ്തശ്ഫിഉ ബിക, അങ്ങയുടെ ശുപാർശ കിട്ടാൻ വേണ്ടി, അങ്ങനെ രക്ഷപ്പെടുത്താൻ വേണ്ടി, പാപിയായ ദോഷിയായ എന്റെ പാപത്തിന്റെ കാര്യത്തിൽ അങ്ങ് രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് എന്നെ കാക്കണം നബിയേ എന്ന് അള്ളാഹുവിന്റെ ഹബീബായ നബിയോട് ആവലാതിപ്പെട്ട് പ്രയാസപ്പെട്ടുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് പറഞ്ഞപ്പോൾ ഖബറിന്റെ അകത്ത് നിന്ന് അദ്ദേഹത്തിന് പൊറുക്കപ്പെട്ടവരായി വിളിയാണമുണ്ടായെന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? നബി തങ്ങളുടെ ഹുജറ ഷരീഫയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഫാത്തിമ ബീവിയുടെ റൂമിൽ കഴിയുന്ന മഹാനായ അലിയുൻ കറമല്ലാഹു വജ്ഹഹു. അലിയാർക്ക് തൗഹീദ് തിരിഞ്ഞില്ലേ? ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന പണ്ഡിതന്മാർക്ക് തൗഹീദ് തിരിഞ്ഞില്ലേ? നബി തങ്ങളോട് സങ്കടപ്പെട്ട് വഫാത്തിന്റെ ശേഷം, മരണത്തിന്റെ ശേഷം സങ്കടപ്പെട്ട് ദോഷം പൊറുക്കുന്ന കാര്യം, ദോഷത്തിന്റെ കാര്യം ആവലാതിപ്പെട്ടതിന്റെ പേരിൽ ശിർക്ക് വരുമെങ്കിൽ, ദീനിൽ നിന്ന് പുറത്തു പോകുമെങ്കിൽ, ആ പറഞ്ഞ ഗ്രാമീണനായ സ്വഹാബി വര്യന്റെ നടപടിയെ പ്രോത്സാഹിപ്പിച്ച് ഖബറിന്റെ അകത്ത് നിന്ന് മഗ്ഫിറത്ത് വാഗ്ദാനം ചെയ്തു എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന അലിയാർ ഇത് ശിർക്കാണെങ്കിൽ അത് വ്യക്തമാക്കില്ലേ? ആ റിപ്പോർട്ട് ചെയ്ത ഹദീസും സംഭവവും എത്രയെത്ര കിതാബുകളിൽ നിവേദനം ചെയ്യപ്പെട്ടു. ഇവരെല്ലാവരും പറയില്ലേ ഇത് ശിർക്കാണെങ്കിൽ?